ഹലോ, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. സെറ്റ് ജനുവരി 2024 പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സെറ്റ് ജനുവരി 2024 എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ജനുവരി 21 തീയതിയാണ് എക്സാം. ചിലപ്പോൾ ഇതിൽ മാറ്റം വന്നേക്കാം, എന്നാലും 21 തീയതി തന്നെ പ്രതീക്ഷിച്ച് പഠിക്കണം. ചിലപ്പോഴേ മാറ്റം വരാൻ സാധ്യതയുള്ളൂ, ചിലപ്പോൾ ആ ഡേറ്റ് തന്നെ ആയിരിക്കും. ഇന്നത്തെ ടോപ്പിക്ക് ഇന്ത്യൻ പോളിറ്റിയാണ്. ഇൻട്രൊഡക്ഷനും ഇമ്പോർട്ടൻ്റ് ആക്ട്സുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ബ്രിട്ടീഷ് കെയിം ടു ഇന്ത്യ ഇൻ 600 as traders in the form of the East India Company, which had the exclusive right of trading in India under a charter granted by Queen Elizabeth I. AD 1600 ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വ്യാപാരത്തിനായി വന്നതെങ്കിലും കാലക്രമേണ അവർ ഇന്ത്യയെ മൊത്തത്തിൽ പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. They are traders in the form of East India Company, which had a exclusive right of trading in India under a charter granted by Queen Elizabeth I. In 1765, the company, which till now had purely trading functions, obtained the Diwani, that is, right over revenue and civil justice of Bengal, Bihar and Orissa. This started its career as a territorial power. In 1858, in the wake of the Sepoy Mutiny, the British Crown assumed direct responsibility for the governance of India. This rule continued until India was granted independence. 1858 ശിപായി മ്യൂട്ടണിക്ക് ശേഷം ഈ ഇന്ത്യയുടെ ഫുൾ ഭരണവും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായി. ആ ഭരണം ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ ഏറ്റെടുക്കുകയും ചെയ്തു. In 1946, the Constituent Assembly was formed for making a constitution, and finally on January 26, 1950, the constitution came to being. 1946 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്തത്. അതിനോടനുബന്ധിച്ച് 1950 ജനുവരി 26 ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുകയും ഇന്ത്യ റിപ്പബ്ലിക്കായി തീരുകയും ചെയ്തു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് വേണ്ടി ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നു. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നതിന് മുന്നേ ഒരുപാട് ആക്റ്റുകൾ നിലവിൽ വന്നു. We are going to discuss this background history in two phases. These two phases are the Company Rule and the Crown Rule. The Company Rule means East India Company. The Crown Rule, Queen Elizabeth Rule. First, the Company Rule 1773 to 1858. 1773 മുതൽ 1858 വരെയാണ് കമ്പനി റൂൾ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മളെ ഭരിച്ചത്. 1858 എലിസബത്ത് രാജ്ഞി ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്തത്. ഫസ്റ്റ് ആക്ട് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇറ്റ് ആൾസോ നോൺ ആസ് ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ്. First step to establish British rule in India. Governor of Bengal became Governor General of Bengal. Supreme Court was established 1774, Calcutta. 1+3 is equal to 4 judges, 1 Chief Justice, 3 other judges. This court was independent from Governor General and Council. റെഗുലേറ്റിംഗ് ആക്ട് 1773. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും അതിൻ്റെ മേൽ കൂടുതൽ നിയന്ത്രണത്തിനുമായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് 1773 റെഗുലേറ്റിംഗ് ആക്ട്. കമ്പനിയുടെ നടത്തിപ്പിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ചെലുത്തിയ അധികാര നിയന്ത്രണത്തിൻ്റെ തുടക്കമായിരുന്നു ഈ ആക്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി കൊണ്ടുവന്ന നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. കമ്പനിയുടെ മേൽനോട്ടത്തിനായി ബോർഡ് ഓഫ് കൺട്രോൾ നിലവിൽ വന്നു. ബംഗാൾ ഗവർണറിനെ ബംഗാൾ ഗവർണർ ജനറലായി നിയമിച്ചു. ആദ്യ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബോംബെ, മദ്രാസ് ഗവർണർമാരെ ബംഗാൾ ഗവർണർ ജനറലിന് കീഴിലാക്കി. ഗവർണർ ജനറലിനെ സഹായിക്കാൻ 4 അംഗ കൗൺസിൽ രൂപീകരിച്ചു. കൽക്കട്ടയിൽ ഒരു സുപ്രീം കോടതിയും സ്ഥാപിച്ചു. വായ്പ തിരിച്ചടയ്ക്കുന്നതുവരെ കമ്പനിയുടെ ലാഭവിഹിതം 6% കുറച്ചു. കമ്പനി ഡയറക്ടർമാരുടെ അഥവാ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സും സേവന കാലാവധി 4 വർഷമായി ചുരുക്കി. ഇതെല്ലാം റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ വ്യവസ്ഥകളാണ്.
നമ്മുടെ രാജ്യത്തെ കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചുവടുവെപ്പായിട്ടാണ് ഈ റെഗുലേറ്റിംഗ് ആക്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്നത്. ഓരോ ആക്ടിൻ്റെയും വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. തിരിഞ്ഞു പോകാതെ നല്ലതുപോലെ പഠിച്ചെടുക്കണം. നെക്സ്റ്റ് ആക്ട് ഏതാണെന്ന് നോക്കാം. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഡ്യുവൽ ഗവൺമെൻറ് സിസ്റ്റം വാസ് എസ്റ്റാബ്ലിഷ്ഡ്. കമ്പനി ടെറിട്ടറി കാൾഡ് ബ്രിട്ടീഷ് പ്രോവിൻസും. ഇന്ത്യ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫോർ മാനേജിംഗ് പൊളിറ്റിക്കൽ മാറ്റർ ബോർഡ് ഓഫ് കൺട്രോൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. മെമ്പർ ഓഫ് ഗവർണർ ജനറൽ കൗൺസിൽ വെർ റെഡ്യൂസ്ഡ് ടു 3. നോൺ ഇൻ്റർവെൻഷൻ പോളിസി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് അഥവാ പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഇതിനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് എന്നും പറയുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ നിയന്ത്രണത്തിനായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ് ഇത്. 1773 റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ കുറവുകൾ പരിഹരിക്കുന്നതിനും കമ്പനിയുടെ അഴിമതി ഭരണം തടയുന്നതിനും വേണ്ടിയാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിന് രൂപം നൽകിയത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഏങ്ങർ പിറ്റ്സിൻ്റെ കാലത്താണ് ഈ ബിൽ കൊണ്ടുവന്നത്. അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ഏങ്ങർ പിറ്റ്സ്. അതുകൊണ്ടാണ് ഈ ബില്ലിന് പിറ്റ്സ് ഇന്ത്യ എന്ന പേര് നൽകിയത്. കമ്പനിയുടെ വ്യാപാര കാര്യങ്ങൾ തുടർന്നും നോക്കി നടത്തുവാൻ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് അധികാരം ലഭിച്ചു. എന്നാൽ ഈ ആക്ട് അനുസരിച്ച് കമ്പനിയുടെ രാഷ്ട്രീയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് ബോർഡ് ഓഫ് കൺട്രോൾ രൂപീകരിച്ചു. ചാൻസലർ ഓഫ് എക്സ്ചെക്കറും ഒരു സ്റ്റേറ്റ് സെക്രട്ടറിയും 4 പ്രിവി കൗൺസിൽമാരും ബോർഡിൽ അംഗങ്ങളായിരുന്നു. ഇവരുടെ നിയമം രാജാവിൻ്റെ അധികാര പരിധിയിലായിരുന്നു. ഗവർണർ ജനറലിൻ്റെയും ഗവർണർമാരുടെയും കൗൺസിലുകളിലെ അംഗസംഖ്യ 3 കുറച്ചു. The company's territories in India were for the first time called the British possessions in India. ഇന്ത്യയിലെ കമ്പനിയുടെ ടെറിട്ടറീസിനെല്ലാം ആദ്യമേ വിളിച്ചിരുന്നത് ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്നാണ്. The Act of 1786. In 1786, Lord Cornwallis was appointed as the Governor General of Bengal. He placed 2 demands to accept that post, namely, he should be given the power to override the decision of his council in special cases. He would also be the Commander-in-Chief. It extended the overriding power given to Lord Cornwallis over his council to all future Governor-General and Governors of Presidencies. It gave the Governor-General more powers and control over the governments of the subordinate presidencies of Bombay and Madras. 1786 നിയമം. 1786 കോൺവാലിസ് പ്രഭു ഇന്ത്യയിലെ ഗവർണർ ജനറലും കമാൻഡർ ഇൻ ചീഫുമായി നിയമിതനായി. ഭരണപരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുകയും ബ്രിട്ടീഷ് സൈന്യത്തെയും ഭരണത്തെയും പുനഃസംഘടിപ്പിച്ചതിലൂടെയും അദ്ദേഹം അറിയപ്പെടുന്നു. പ്രത്യേക സന്ദർഭങ്ങളിൽ തൻ്റെ കൗൺസിലിലെ ഭൂരിപക്ഷത്തെ മറികടക്കാനും സ്വന്തമായും പ്രത്യേക ഉത്തരവാദിത്തത്തിൽ പ്രവർത്തിക്കാനും ഗവർണർ ജനറലിൻ്റെ അധികാരങ്ങൾ വിപുലീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. 1786 നിയമം അദ്ദേഹത്തിന് ഗവർണർ ജനറലായും കമാൻഡർ ഇൻ ചീഫായും പ്രവർത്തിക്കാനുള്ള അധികാരം നൽകി. നെക്സ്റ്റ്, ചാർട്ടർ ആക്ട് 1793. എംപവേർഡ് ഗവർണർ ടു ആക്ട് ആസ് എ ഏജൻറ്റ് ഓഫ് കൗൺസിൽ ഇൻ സ്പെഷ്യൽ കണ്ടീഷൻ. Given another 20 years of company monopoly trade, it extended the overriding power given to Lord Cornwallis over his council to all future Governor-Generals and Governors of Presidencies. It gave the Governor-General more powers and control over the governments of the subordinate presidencies of Bombay and Madras. East India Company Act 1793 അഥവാ ചാർട്ടർ ആക്ട് 1793 എന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ നിയന്ത്രണത്തിനായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ നിയമമാണ്. ഈ ചാർട്ടർ ആക്ട് 1793 എന്ന് പറയുന്നത് ഇതിലെ വ്യവസ്ഥകൾ കമ്പനിയുടെ വ്യാപാര കുത്തക 20 വർഷത്തേക്ക് കൂടി പുതുക്കിക്കൊടുക്കുവാൻ ആക്ട് വ്യവസ്ഥ ചെയ്തു. അതുപോലെ ബോർഡ് ഓഫ് കൺട്രോളിലെ അംഗങ്ങൾക്കും ജീവനക്കാർക്കുമുള്ള ശമ്പളം ഇന്ത്യൻ റവന്യൂവിൽ നിന്ന് നൽകണമെന്ന് നിയമത്തിൽ നിഷ്കർഷിച്ചു. പ്രവിശ്യകളിൽ കൗൺസിലുകളുടെ തീരുമാനങ്ങളെ മറികടന്നു പ്രവർത്തിക്കുവാൻ ഗവർണർമാർക്ക് അധികാരം നൽകി. അതുപോലെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് സൈന്യാധിപൻ ഗവർണർ ജനറലിൻ്റെ കൗൺസിലിലെ ഒരംഗമായിരിക്കണമെന്ന വ്യവസ്ഥ എടുത്തു കളഞ്ഞു. ഇത്രയുമാണ് 1793 ചാർട്ടർ ആക്ടിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ.
ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. വർഷങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ലതുപോലെ പഠിച്ചെടുക്കണം. പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് ഇത്. അതുകൊണ്ട് ഒന്നും വിടാതെ തന്നെ പഠിച്ചെടുക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടി നോക്കാം. The Act which laid the foundation of the British administration in India. Options: A. Regulating Act 1773, B. Pitt's India Act 1784, C. Indian Council Act 1861, D. Indian Councils Act 1892. ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയ ആക്ട് ഏതാണെന്നാണ്. ആദ്യമായി കൊണ്ടുവന്ന ആക്ട് തന്നെയാണ് അത്. ഏതാണെന്ന് മനസ്സിലായോ? ആൻസർ നോക്കാം. ഓപ്ഷൻ എ, റെഗുലേറ്റിംഗ് ആക്ട് 1773. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.